നിനക്ക് തോന്നലാണ് നീ ആരുമില്ല. നീ ആരാന്ന് എനിക്കറിയാമല്ലോ. പിന്നെ നീ ചുമ്മാ ഇരുന്ന് കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടാ. മറ്റേത് കിട്ടുകയാണെങ്കിൽ അയക്കട്ടെ എനിക്ക്. ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാമല്ലോ. പറയണ്ട, രാവിലെ തന്നെ ഒരു 30-35,000 രൂപ ഉമ്മ കൊടുത്തു. ഇന്നലെയും വീട്ടിലെ സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പോൾ തന്നെ ഒരു 1,00,000 രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് പഠിച്ച. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റഡി ആകുമ്പോഴത്തേനും വീണ്ടും ഓരോ പണികളായിട്ട് വരും വീട്ടിലെ. ഒന്നും പറയണ്ട, 1,00,000 രൂപ അത് എന്തിനാ പോയിന്ന് അറിഞ്ഞില്ല. അല്ല, ബാംഗ്ലൂർ ഞാനാകെ പെട്ടിക്കടി. എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ 30,000 രൂപയ്ക്ക് പണിയെടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പോൾ 1,00,000 രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഒന്ന് പോളി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിൻ്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് ഞാനും എൻ്റെ കുടുംബമല്ല പിന്നെ ആരുള്ള ഞാനത് പറയാം. ഇപ്പം നിലവിൽ അത് പൊളിക്കും. നിർത്തടി ചലക്കാതെ. അതെ അതെ അതെ, ഞങ്ങൾ സെയിം പൈസ കെട്ടാം. അതെ, വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കുന്നട്ടാ. ഓക്കെ, ഷിയൂന്ന് പറയും. ഷിയു ഒരെണ്ണം വാങ്ങിച്ചിടാൻ പറഞ്ഞോ ഓരോരുത്തർ. ഇതിന് വിലയുള്ളതാണേ 20,000 രൂപ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ആ വിലയുള്ള സൺഗ്ലാസ് ഒരെണ്ണം വാങ്ങിച്ചിടാൻ പറ. വിലയുള്ളണ്ട വയ്ക്കണേ. ഓക്കെ, എന്തായാലും അയക്കേ. 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് കൂടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ, അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിൻ്റെ 20,00,000 രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നീ എന്തായാലും ചെയ്തു തന്നെന്നുള്ളൂ. അത് ഓക്കെ ആവാൻ എൻ്റെ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരുമായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, അത് അക്കൗണ്ട് വഴി 1,00,000, 10,00,000, 5,00,000 അല്ലെങ്കിൽ 20,00,000 ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിനുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ട് ഇടുക. എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാമല്ലോ ജിമ്മിൻ്റെ വർക്കിൻ്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, ഓക്കെ, നോമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഞാൻ ടാക്സ് അടയ്ക്കാൻ അടയ്ക്കണം, അല്ലെങ്കിൽ പണി പാടും. നീ പൈസ ആയിട്ട് തന്നായിട്ടോ. അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിൻ്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, ഓക്കെ. എനിക്ക് 10,00,000 രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെൻറ്റ്സിനെ കുറച്ച് അഡ്വാൻസ് കൊടുക്കാമെന്നാ. ഓക്കെ, ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും ATM ൽ നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5,00,000 സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ അത് അടച്ചടച്ച് പോയിക്കോളും. ജിമ്മിൻ്റെ പണി തുടങ്ങണം ഈ ദിവസങ്ങൾ. നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ്ങും പ്ലംബിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണം. നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ.
അതായത് എന്ത് ചെയ്യാനാ മറ്റേ എന്തായി മറ്റേ ഫണ്ടിൻ്റെ കാര്യം? ഞാൻ ഫോട്ടോ എടുത്തല്ലോ, അവരെടുത്തിട്ടുണ്ടാവും, ഞാൻ നോക്കട്ടെ അയച്ചാം. വേറെ ശേഷം എവിടെയുള്ള എന്താല് എല്ലാം ഓക്കെ അല്ലേ? കുറച്ച് ഇത് വേണ്ടിയിട്ടോ നമ്മൾ തുടങ്ങാൻ പോണ പരിപാടി, പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. നീ അത് എനിക്ക് തന്നാൽ മതി പൈസ ആയിട്ട്, അക്കൗണ്ടിൽ ഉണ്ടോ കാര്യം ഈ ട്രാൻസാക്ഷൻ മറ്റേ ഇത് GST ഇഷ്യൂ വരും. തന്നാൽ മതി, ഞാനത് പതുക്കെ പണി 10 തന്നാൽ മതി, അപ്പോൾ പണി തീർക്കാൻ പറ്റും. റെഡിയാക്കി പൈസ വേണത് എന്തായാലും റെഡിയാകും ഇൻഷാ അല്ലാ. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ജിമ്മിൻ്റെ പരിപാടികളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊന്നും വിഷയമല്ല, അത് പണി നടക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. പൈസ ഫണ്ട് ഇടി നമുക്ക് അതൊക്കെ മെഷീൻ അഡ്വാൻസ് കൊടുക്കാം, പിന്നെ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റിന് അഡ്വാൻസ് കൊടുക്കണം, പിന്നെ അവിടെയുള്ള കുറച്ച് പെയിൻറ്റിങ്ങും പ്ലംബിങ് വയറിങ്ങൊക്കെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ മെഷീനുകൾ നമുക്ക് മാറ്റാം. ഒരു 2 ആഴ്ച അവർക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ മാറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഉദ്ഘാടനം വെക്കണം, മാളിനെ വരുത്തിക്കാം. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി, സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് തണലായിട്ടും. അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്ര തന്നെ. എനിക്ക് ഒരു കുഴപ്പമില്ല, നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടെ ഉണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും, അത്ര മതി. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ശ്രദ്ധിക്കും എന്ന് പറയണേ. ദിവസം അനീറ്റ നമ്മുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട്, അവളെന്ന് പറഞ്ഞു നജുമാനെ ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്കിയാന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാറി ചോദിച്ചു, അവൾക്ക് നജുമാക്ക് വലിയ ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ, ഇടയ്ക്ക് തന്നെ ഈ ലവിൻ്റെ സ്റ്റാറ്റസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രാന്താന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാണ്, ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവും ക്യൂവൊന്നും അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിൻ്റെ വില പോവും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിൻ്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. അവൾ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാണ്, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊന്നാണ്. നിനക്കറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അതിൽ മോനെന്നൊക്കെ പറഞ്ഞിട്ടാൽ മതി. ഞാനങ്ങനെ ഒന്നുമില്ല, അത് ഒഴിവാക്കണതിന്. അത് നിന്നെ ഭയങ്കര കാര്യമാണ്, ഉമ്മാനെ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, നീ നൈസായിട്ട് വിഷയമൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ആയിക്കോട്ടെ, നീ ഇമാതിരി സ്റ്റാറ്റസ് പറഞ്ഞോട്ടെ, നിൻ്റെ സാമാനം അടിച്ചാൽ പൊളിക്കും. അല്ല പിന്നെ നിനക്ക് മനസ്സിലാവില്ല, നിനക്ക് ഇത്തിരി ബുദ്ധിയില്ലായ്മയുണ്ട്. നിൻ്റെ ഈ സ്റ്റാറ്റസുകളിലൊക്കെ ഒന്ന് കുറച്ചോട്ടോ. കാര്യം എൻ്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാ. പണി ജിമ്മൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഉഷാറാവും. പെരുമ്പാവൂരായിട്ട് നല്ല ജിമ്മ് നമ്മൾ ചെയ്യാൻ പോകണം. കുറച്ച് ഫിനാൻഷ്യലി നല്ല ഫണ്ട് ഇറക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ നോക്കി, എന്തായാലും നീ ചെയ്യും. എനിക്ക് ആ ഒരു പേഴ്സണൽ ലോൺ ഉണ്ട്, അതൊന്ന് ക്ലോസ് ചെയ്യണം. അതിലുള്ളൊരു ഇതാണ് ഇങ്ങനെ ഉണ്ട്. അതിപ്പോൾ അടച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ അടയ്ക്കാനുള്ളൊരു മാരേജിന് പോയി ചെറിയതായിപ്പോയി, അതൊന്ന് ക്ലോസ് ചെയ്യണം. ചെന്നിട്ട് എനിക്ക് പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ ജിമ്മാണത്, സൂപ്പർ അടിച്ചാണ് ഇൻഷാ അല്ലാ. എനിക്കറിയില്ല ഒന്നും, കാര്യമൊന്നും അറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല, ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ആ ജിമ്മിൻ്റെ കാര്യം എന്താക്കാണെന്നുള്ള ഇതിൽ നിൽക്കാം. ജിമ്മൊന്ന് നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യണം, ഇച്ചിരി പൈസയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്നും കുറച്ച് പൈസ സെറ്റ് ചെയ്യണം. നീ ഒന്ന് നോക്കട്ടെ. അങ്ങനെയും മറ്റേ ബ്രദറിൻ്റെ അടുത്ത് അന്ന് കൊടുത്തില്ല ആ കുറച്ച് പൈസ, നീ അടുത്ത് 10 ലക്ഷം രൂപ നീ കൊണ്ട് ആർക്കും കൊടുത്തിട്ടില്ല. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ആ ജിമ്മിൻ്റെ കുറച്ച് പണികൾ സെറ്റ് ചെയ്തിട്ട് ജിമ്മൊന്ന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി റേഞ്ച് മാറും. ജിമ്മിൻ്റെ ഉദ്ഘാടനം നമുക്ക് പൊളിക്കണം, അതൊരു സെറ്റപ്പ് ആകണം ഇൻഷാ അല്ലാ. അത് കുറച്ച് കടമൊക്കെ വന്നുകൊണ്ടാ. അനുമോൾക്കൊരു 1,40,000 കൊടുക്കാനുണ്ട്. എനിക്ക് ആ ഓഡിറ്റോറിയത്തിൻ്റെ പൈസ കൊടുത്തുന്ന ഒഴിവാണെന്നുണ്ടായിരുന്നു. അയാൾ എന്നെ വിളിച്ച് ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ കൊടുത്തില്ല. ഈ പരിപാടി നടത്തുകൊണ്ടേ അങ്ങനെ. ചോറും ബീഫൊക്കെ അടിച്ചല്ലേ. ഇന്നലെ
പരിപാടി ഇതിന് കാശ് കൊടുക്കണം, ഓഡിറ്റോറിയത്തിന് പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഓട്ടത്തിലായിരുന്നു. പൈസ സെറ്റായില്ല. അങ്ങനെ ആ വയറിങ്ങാരുടെ പൈസ, മറ്റേ ലൈറ്റ് സൗണ്ട് ഇല്ല, അതിൻ്റെ പൈസ കൊടുത്തു. അത് 28,000 രൂപ അത് കൊടുത്തു. അതിന് ഞാൻ 20 രൂപ ഇട്ട് കൊടുത്തു. ബാക്കി പൈസ ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കണം. അല്ല അപ്പം എങ്ങനെയാ 25 ഇട്ട് എനിക്ക് ഒന്നും ആവില്ല കേട്ടോ. ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്താ പറയുക, ഈ ഇരുന്ന് തീറ്റ തന്നെ തീറ്റിച്ചെന്നെ കൊല്ലുക. ഈ ജിമ്മിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കൗട്ടൊക്കെ. പിന്നെ എന്തായി കാര്യങ്ങൾ, നാളെ ഇടുവോ? ഞങ്ങൾക്ക് പ്രാന്ത് അടിച്ചിരിക്കുക, ഒന്നും പറയണ്ട. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. എനിക്ക് മടുത്തു. ഞാൻ ഫോണ് എടുക്കാറില്ല. ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാരും കാറ്ററിങ്ങിൻ്റെ ആൾക്കാരും വിളിക്കും, ഞാൻ എടുക്കില്ല ഫോൺ. എന്ത് തിരക്ക്, നിനക്ക് വോയിസ് അയച്ചിടാനോ ഇതിടാൻ പാടില്ലേ? ഒരു തിരക്കില്ല. എൻ്റെ അടുത്ത് പറയുക വോയിസ് അയക്കുക, അത്രയില്ല. നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് നീ ചെയ്ത് അത്ര തന്നെ. നീ എന്നോട് പറഞ്ഞില്ല എന്തിനാട്ടോ, അതൊക്കെ നിൻ്റെ ഇഷ്ടം ചോദിച്ചു. ആയിക്കോട്ടെ, നമ്മൾ ആരും ഇഷ്ടത്തിനൊന്നും എതിരേക്കുന്നില്ലേ. പിന്നെ വിഷമം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല, മൂങ്ങിയുണ്ട്. ഉംറ ചെയ്തിട്ട് വീട്ടിൽ പോകാതെ ബാംഗ്ലൂർ പോയതിൽ ഞാൻ യോജിക്കുന്നില്ല. ഉംറ ചെയ്ത് വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കാണണമെന്ന് എന്തായാലും മോശമായിപ്പോയി. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം ചെയ്തോ, കുഴപ്പമില്ല. എനിക്കത് ഞാൻ യോജിക്കുന്നില്ല. ഉംറ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ പോകാതെ ബാംഗ്ലൂർക്ക് പോയതിൽ ഞാൻ യോജിക്കുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. പക്ഷെ എനിക്കതിൽ യോജിക്കുന്നില്ലാത്ത കാര്യമാണ്. ഉംറ ചെയ്ത് നിങ്ങളുടെ പുറകെ പോകണമല്ലോ. ഉമ്മാനെ പോയി കണ്ട് ആ സംസം വെള്ളവും അതെല്ലാം കൊടുത്ത് എന്നിട്ട് എൻ്റെ മംഗലത്തിന് ഒന്നായില്ലായിരുന്നു. ബാംഗ്ലൂർ പോയി എന്തെങ്കിലും ആട്ടെ കാണിക്കും, ശരി, ഓക്കെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അത് ഞാൻ യോജിക്കുന്നു നെജുമ്മ, അത് ഞാൻ യോജിക്കുന്നില്ല. നെജു, നീ നിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്തായാലും ശരിയാവട്ടെ. എനിക്കറിയില്ല, എനിക്കറിയാൻ സമ്മതിക്കില്ല കേട്ടോ. നാട്ടിൽ പോകാം. ഞാൻ 20-ാം തീയതി കോഴിക്കോട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഞാൻ കാസർഗോഡ് മറ്റേ കേസില്ല. ഞാൻ 20-ാം തീയതി എന്നോട് പറഞ്ഞില്ലേ, അവള് നല്ല കുട്ടിയാണ്, പാവമാണ്. അവർക്ക് സ്നേഹം കിട്ടാത്തതിനൊരു ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ അത് കൊടുക്കും. നിൻ്റെ സപ്പോർട്ടും ദുആയുണ്ടെങ്കിൽ തന്നെ പകുതി ഓക്കെയാണ്. നെജ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഇൻഷാ അല്ലാഹ്. എനിക്ക് ആ ജിമ്മ് ചെയ്യണം മോളെ, ആ ജിമ്മ് ഉഷാറാക്കണം, കല്യാണത്തിന് ശേഷം ഗംഭീരാക്കണം. ഇനി പൈസ നീ വേണ്ടാത്ത ആളുകൾക്ക് ആർക്കും കൊടുക്കണ്ട കേട്ടോ. പൈസ നമുക്ക് ആവശ്യമുള്ളതാണ്, വളരെ കെയർഫുള്ളായിട്ട് ചിലവാക്കണം. 2 ലക്ഷം എപ്പോൾ കിട്ടും? ആ കാറ്ററിങ്ങിനും മറ്റേ ഓഡിറ്റോറിയത്തിനും കൊടുക്കാം. 16-ാം തീയതി ഞാൻ പോവും. മഹർ ഞാൻ എടുത്തിട്ടില്ല, എന്ത് ചെയ്യുമെന്ന് അറിയിക്കണം. അവൾക്കൊരു ഐഫോണെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സമ്മാനമായിട്ട്, ഗിഫ്റ്റ്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് കടമൊക്കെ വാങ്ങിക്കേണ്ടി വരും എന്നുള്ള ഒരു വിഷമമാണ്. തല കുനിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആൾക്കാരുടെ മുമ്പിൽ വീണ്ടും 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 തല കുനിച്ചിട്ടിരിക്കുക. നാട്ടിലൊന്നും നമുക്ക് നീ എന്തിനും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ കുറേ ഇപ്പോൾ ഞാനെന്താ പറയുക, എന്ത് ചെയ്യുന്നു ഇവിടെ വലിയ കിട്ടാൻ വേണ്ട. ആ മറ്റേ എന്തിനും പൈസ ഒന്നും കിട്ടാൻ വേണ്ട. ഒരു 1-2 ലക്ഷം രൂപ. അതെ, മറ്റത് എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞേ? പൈസ ചോദിക്കാത്ത അവൻ നീ അവനോട് ചോദിക്കേ. എനിക്കിങ്ങനൊരു 10 lakh rupees ആവശ്യമുണ്ട് മുജി, അർജൻറ്റാണ്. അങ്ങനെ നീ അവന് മെസ്സേജ് അയക്കി, വോയിസ് ഇങ്ങനെ എനിക്കൊരു 10 lakh rupees ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, എനിക്ക് മുജി ഒന്ന് അയച്ചു തരൂ, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിടാം എന്ന് അവനോട് പറയാം. അവൻ എന്താ പറഞ്ഞു നോക്ക്. 15-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16-ാം തീയതി ഞാൻ പോവില്ലേ, 15-ാം തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം ഇവിടുന്ന്. ഓക്കെ. അതെ, എന്തായി? റൂമിൻ്റെ പൈസ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന നജോ. എനിക്ക് എൻ്റെ നെജുമ സുന്ദരി, അവരെക്കാളൊക്കെ. നീ മഹറൊന്നും പറയണ്ട. നീ ഒരു 10 ലക്ഷം രൂപ എനിക്കത് വേണ്ട. ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ എന്നാണ് ചെയ്യും. ഇങ്ങനെ വാങ്ങിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മാഷാ അല്ലാ നടക്കട്ടെ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല.
നീ മഹറൊന്നും പറയണ്ട. എനിക്ക് ഞാനൊരു 10 ലക്ഷം രൂപ നീ എനിക്കത് വേണ്ട. ഒരാവശ്യം ഇവിടെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. വർക്ക് ഭയങ്കര ആർക്കും വർക്കില്ല, അതാണ് പ്രശ്നം. ചെറിയ എന്തിനാ കിട്ടിയ ഈ റൂമിന് റെന്റ്, ഫുഡ് എല്ലാം കൂടി ആകെ പെട്ടു ഞാൻ പണ്ടാറങ്ങണ്ട്. എന്താ ചെയ്യാം, ഒരു പൈസ വയ്ക്കുന്ന നോട്ടില്ലാര്. നല്ല കാര്യം. ഉമ്രേ ചോട്ടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെന്തായാലും എല്ലാം ഓക്കെ അല്ലേ? ഇട്ടാൽ മതി, അത് ഒരു ഇട്ടാൽ മതി. ബാങ്കിൻ്റെ മഹറിൻ്റെ ആണോ അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയിക്കണം. ഞാൻ എന്തായാലും ആ 10 ദിവസം ഫ്രീ ആണ്. ഉമ്ര ഞാനും അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് തന്നെ പോയി ചെയ്യാം ഇൻഷാ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ഓള് ദുബായിൽ ഓള് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ദുബായിൽ നേരെ അബുദാബി അങ്ങോട്ട് സൗദിയിലേക്ക് വന്നിട്ട് 10 ദിവസം ഉമ്മയും പരിപാടികളായിട്ട് ഇൻഷാ അല്ലാ കൺഫേം. മറ്റേത് അയച്ചായിരുന്നോ? അവൻ ഈ ഏരിയയിൽ, ഈ കറാമ ഏരിയയിലൊക്കെ അവിടെ റൂം ഉണ്ടോന്ന് വെച്ചേക്ക്. ഭയങ്കര പൈസ ആവോ? എൻ്റെ കണി അധികം നിനക്കറിയാലോ. നീ നോക്കിയിട്ടൊന്ന് പറയട്ടോ. ഇവിടുന്ന് ബാലൻസ് എത്ര പൈസ കിട്ടും? അത് ഞാൻ വാങ്ങിക്കണോ അതോ എന്താ ചെയ്യണ്ടേ? നമ്മളെന്തായി മറ്റേ കാര്യം? നീ മുജീർ പോയി കാണാം. അവൻ അങ്ങനെ ഒഴിവാക്കണമെന്നായിരിക്കില്ല, അവൻ എന്തിനും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അത് നീ പോയി കണ്ടോക്ക്, എന്താ പറഞ്ഞു നോക്ക്. നിനക്കപ്പോൾ എന്നെ വേണ്ടല്ലോ? ആയിക്കോട്ടെ, ശരി എന്നാ കേട്ടോ. ഓക്കെ, ബൈ. പറ കുഴപ്പമൊന്നുമില്ല, ശരി എന്നാ. ഇപ്പം എന്നെ വേണ്ടല്ലേ? ഞാൻ പെണ്ണിട്ടാൽ നിനക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മതി, എന്നെക്കാൾ വലുതാരും വേണ്ട. ശരി, അതാണ്, അത് കേട്ടാ മതി. വിഷമൊന്നുമില്ല. ഈ കല്യാണത്തിൻ്റെ കാര്യം, പൈസ, മഹർ, അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അത് കുഴപ്പമൊന്നുമില്ല, ശരിയാക്കും. പക്ഷെ അത് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലും കുറച്ച് മഹർ വാങ്ങിച്ച് എനിക്ക് ഓളെ കെട്ടണം. അങ്ങനെ എനിക്കും വേണ്ട ഒരു ജീവിതമൊക്കെ. എനിക്ക് എൻ്റെ കൊച്ചിനെയൊക്കെ എടുത്തൊരു പൊന്നാരിപ്പിക്കണ്ടേ?